നമസ്കാരം. കമ്മ്യൂണിസം ഒരു കാലഹരണപ്പെട്ട ആശയമായതുകൊണ്ട് തന്നെ അതിന് ഭാവിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിനോട് യോജിപ്പില്ല. കമ്മ്യൂണിസം ഇല്ലായിരുന്നെങ്കിൽ മുതലാളിത്തം അതിൻ്റെ ദംഷ്ട്രകൾ ഭയാനകമായ രീതിയിൽ ഉയർത്തിക്കാട്ടുമായിരുന്നു. തുല്യത എന്ന വാക്ക് മുതലാളിത്തത്തിലില്ല. ലാഭമുണ്ടാക്കാൻ വേണ്ടി ആർക്കും ആരെയും ചൂഷണം ചെയ്യാം എന്നതായിരുന്നു മുതലാളിത്ത സങ്കല്പം. എന്നാൽ മുതലാളിത്തം എന്ന വിജയിച്ച സാമ്പത്തിക ശാസ്ത്രത്തിനൊപ്പം മനുഷ്യത്വം കൂടി ചേരാൻ കാരണമായത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്ഷേമരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത് ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസം ചരിത്രത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ലോകത്തെ മുമ്പോട്ട് നയിക്കുന്ന മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയെ മനുഷ്യപരമാക്കി മാറ്റി എന്നതാണ്. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലും ചെയ്തത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക്, തൊഴിലാളികൾക്ക് ശബ്ദമുണ്ടാക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ കമ്മ്യൂണിസത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയും ദൈവവിരുദ്ധതയും ഏകാധിപത്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പഴയകാല മുതലാളിത്തത്തെ കടത്തിവെട്ടുന്ന ദംഷ്ട്രയും പല്ലുകളുമുള്ള ഒരു ഭയാനക പ്രസ്ഥാനമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയതുകൊണ്ടാണ് അത് തകർന്നടിഞ്ഞതും കാലഹരണപ്പെടുന്നതും. എന്നാൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ നിലവിളി ശബ്ദമായിരുന്നു 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രതിഫലനം. അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിൽ കാണാൻ ഒരു ലുക്ക് തോന്നാത്ത ഗോവിന്ദനെ തളിപ്പറമ്പുകാർ തെരഞ്ഞെടുക്കുമായിരുന്നില്ല. വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ ഒരു നേതാവിൻ്റെ ഗുണങ്ങളൊന്നുമില്ലാത്ത ഒരു ശുദ്ധ പാവത്താനായ കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരുകാർ തെരഞ്ഞെടുക്കുമായിരുന്നില്ല. CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാവായ TP രാമകൃഷ്ണനെ പേരാമ്പ്രക്കാർ തോൽപ്പിക്കുമായിരുന്നില്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് CPM-നെ ഇക്കുറി പടിക്കു പുറത്തു നിർത്തുന്നത്. അവർ ഏക വിചാരത്തോടെ, ഏക ഹൃദയത്തോടെ ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത് ഈ നാട്ടിൽ കമ്മ്യൂണിസം അവസാനിക്കാതിരിക്കാനാണ്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ, സ്വാർത്ഥമതിയായ, ദുഷ്ടനായ ഒരു നേതാവ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് തൻ്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി അഴിമതി നടത്തി ഈ നാട് മുടിപ്പിച്ചപ്പോൾ പിണറായിസം ഇല്ലാതാവുക എന്ന ആഗ്രഹത്തോടെയാണ് തളിപ്പറമ്പിലെയും പേരാവൂരിലെയും പയ്യന്നൂരിലെയും ഒക്കെ സഖാക്കൾ വർഗശത്രുക്കൾക്ക് വോട്ട് ചെയ്തത്. പക്ഷേ ആ ശബ്ദം തിരിച്ചറിയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ 28 വർഷമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിഴുങ്ങിയ പിണറായി എന്ന ദുർഭൂതം ഇപ്പോഴും പരമാധികാരത്തിൽ തുടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും പിണറായിയുടെ മുഖത്ത് നോക്കി നോ പറയാൻ പാർട്ടിയിലെ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജനം തിരസ്കരിച്ച പിണറായിയെ തന്നെ VD സതീശൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി നേരിടാൻ പ്രതിപക്ഷ നേതാവായി പാർട്ടി തീരുമാനിച്ചത്. തീരുമാനമെടുക്കേണ്ട പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റുമൊക്കെ പിണറായി അടിമകളാൽ നിറഞ്ഞു നിൽക്കുന്നു. എതിർ ശബ്ദമുയർത്തേണ്ട SFIയും DYFIയും ഒക്കെ പിണറായി അടിമകളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി തോൽവിയേറ്റു വാങ്ങുമ്പോൾ നമ്മുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കാം എന്ന് കരുതിയവർ കടുത്ത നിരാശയിലാണ്. ഇപ്പോഴും പിണറായിയുടെ സർവാധിപത്യം തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് DYFIയുടെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എന്ന തരത്തിൽ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. ഇത് അന്തിമ തീരുമാനമല്ലെന്നും ഈ ആഴ്ച തൃശ്ശൂരിൽ നടക്കുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് ഈ പാനലിന് ഔദ്യോഗിക അനുമതി ലഭിക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഇതനുസരിച്ച് DYFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം എന്ന വിവാദ നായികയാവും. M. വിജിൻ MLA ആയിരിക്കും പുതിയ സെക്രട്ടറി എന്നും വാർത്തകൾ പറയുന്നു. ആര്യ രാജേന്ദ്രനെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ ചില ശ്രമങ്ങൾ നടന്നെന്നും MV ഗോവിന്ദൻ ഇടപെട്ട് അത് വേണ്ടെന്ന് വയ്പ്പിച്ച് ചിന്താ ജെറോമിനെ തെരഞ്ഞെടുത്തു എന്നുമാണ് പത്രവാർത്തകൾ. ഈ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും പിണറായിയുടെ അടിമത്തത്തിൽ തുടരുന്നു. അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് തീർച്ച. വല്ലാത്ത വിചിത്രമായൊരു ജനാധിപത്യമാണ് DYFIയുടേത്. താഴത്തെ യൂണിറ്റ് സമ്മേളനം മുതൽ ദേശീയ സമ്മേളനം വരെ DYFI കൃത്യമായ അടുക്കലും ചിട്ടയിലും സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ പാനൽ അവതരിപ്പിച്ചെന്നും ആ പാനലായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നും ആ പാനലിൽ ജയിച്ചിരിക്കുന്നത് ചിന്താ ജെറോമാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ
ഡിവൈഎഫ്ഐയുടെ ജനാധിപത്യ ബോധത്തെ ഓർത്ത് നമുക്ക് ചിരിക്കാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ 4 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തപ്പോൾ കിടന്ന് ബഹളം വെച്ചവരാണ് സംസ്ഥാന സെക്രട്ടറി വന്ന് ഡിവൈഎഫ്ഐ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കുന്നത് എന്നത് മറക്കരുത്. അതിനേക്കാൾ കഠിനമായിരിക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ടായ 2 നേതാക്കൾ ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമുമാണ് എന്നതാണ്. ഈ 2 പേരുടെയും ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. പിണറായിയുടെ വിശ്വസ്തർ എന്ന നിലയിൽ മാത്രം അനർഹമായ പദവികൾ കിട്ടി വളർന്നവരാണിവർ. ആര്യ രാജേന്ദ്രൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന് മേയറായി ഭരണം BJPക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വീട്ടിലിരിക്കുന്നു. പോരാഞ്ഞിട്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാവാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലും ഞെട്ടിക്കുന്നതാണ്. ഇനി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചിന്താ ജെറോമിനെ കുറിച്ച് ചോദിച്ചാൽ ഡിവൈഎഫ്ഐയും പിണറായിയുടെ അതേ ലൈനിൽ പോകുന്നു എന്ന് തീർച്ച. പണ്ടൊക്കെ SFIയും ഡിവൈഎഫ്ഐയും ആയിരുന്നു പാർട്ടി നേതാക്കളെ തിരുത്തിയിരുന്നത്. ഈ 2 പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹം നന്നാവണം എന്ന ആഗ്രഹം സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആവേശത്തോടെ സർക്കാരിനെ തിരുത്തുമായിരുന്നു. എന്നാൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം ചവച്ച് കഴിക്കാൻ വേണ്ടി തൻ്റെ പ്രസ്ഥാനത്തെ അടിയറ വയ്ക്കാൻ ഒരു ഉളുപ്പുമില്ലാത്തവരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഈ പദവിയിൽ എത്തിക്കുന്നു എന്ന് തെളിയുകയാണ് ചിന്താ ജെറോമിൻ്റെ സ്ഥാനാരോഹണവും ആര്യ രാജേന്ദ്രൻ്റെ പരിഗണനയും. ആരാണ് ചിന്താ ജെറോം? ചതുരവടുവിൽ സംസാരിക്കും എന്നതല്ലാതെ അവർക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണുള്ളത്? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തിന്മ എന്ന് പറയുന്നതൊക്കെ അവരോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അവരുടെ ഓരോ സംഭാഷണങ്ങളും അച്ചടി ഭാഷയിൽ എവിടെ നിന്നോ കാണാപ്പാഠം പഠിച്ചതാണ് എന്നതിനപ്പുറത്തേക്ക് ഒരാത്മാർത്ഥതയും അവർക്ക് ഒന്നിനോടുമില്ല. തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ അവരുടെ തലയിലേക്ക് ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തത് പിണറായിയുടെ അടിമയായി ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ആദ്യം KT ജലീലും പിന്നീട് ബിന്ദുവും ഉന്നത വിദ്യാഭ്യാസത്തെ അടിമുടി അട്ടിമറിച്ചു. പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും പ്രധാനപ്പെട്ട യുവ നേതാക്കൾക്കും ഡോക്ടറേറ്റ് വാരിക്കോരിക്കൊടുത്തു. അങ്ങനെ അനർഹമായ രീതിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ചിന്താ ജെറോം. ചിന്താ ജെറോം CPM കാരിയാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയതെന്നും അവരുടെ ഡോക്ടറൽ തീസിസ് എവിടെ നിന്നൊക്കെ മോഷ്ടിച്ചതാണെന്നും ആരോപണമുണ്ടായിരുന്നു. ചെങ്ങമ്പുഴയുടെ വാഴക്കൊലെ വയലോപ്പള്ളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടും അത് തിരിച്ചറിയാത്തവരായിരുന്നു ഡോക്ടറേറ്റ് കൊടുത്തത് എന്നോർക്കണം. ബോധി കോമൺസ് എന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനം അതേപടി കോപ്പി അടിച്ച് ചേർത്തപ്പോൾ അതിൽ വന്ന ഒരു പിശകും ചിന്താ ജെറോം ആവർത്തിച്ചതാണ്. എന്ന് വെച്ചാൽ തനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ഗവേഷണ പ്രബന്ധം ചിന്താ ജെറോം ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അവഹേളിച്ചുകൊണ്ട് അവർ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും പറയാതെ ഡോക്ടർ ചിന്താ ജെറോമായി. പലപ്പോഴും ഇത്തരം ഗവേഷണ പ്രബന്ധങ്ങളിൽ നന്ദി പറയുന്നത് ഗവേഷണത്തിൽ സഹായിച്ചവരുടെ പേരാണ്. എന്നാൽ അർത്ഥഗർഭമായി തന്നെ ചിന്താ ജെറോം അന്ന് നന്ദി പറഞ്ഞത് പിണറായി വിജയനും MV ഗോവിന്ദനും M സ്വരാജിനും MA ബേബിക്കുമൊക്കെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടിയാണ് എൻ്റെ ഈ തീസിസിൻ്റെ ആധാരം, നിങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ ഞാൻ ഡോക്ടറാകുമായിരുന്നില്ല എന്നുള്ള കുറ്റസമ്മതം. ഇതിനേക്കാൾ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. ജാതിരഹിത സമൂഹത്തെ സ്വപ്നം കാണുന്ന ചിന്താ ജെറോം തനിക്കൊരു വരനെ കിട്ടുമോ എന്നറിയാൻ ചാവറ മാട്രിമോണിയിൽ പരസ്യം ചെയ്തത് ലത്തീൻ കത്തോലിക്കയായ യുവതി എന്ന് പറഞ്ഞാണ്. ജാതിയും മതവും പറഞ്ഞ് ഒരു വരനെ തേടേണ്ട ഗതികേടിലേക്ക് മാറിയ ചിന്താ ജെറോമിനെ ആ പദവിയിലേക്ക് ഉയർത്തുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന പദവിയിൽ അവർ 8-9 വർഷമാണ് തുടർന്നത്. അവരുടെ ശമ്പളം അക്കാലത്ത് 50,000 രൂപയായിരുന്നു. എന്നാൽ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് മുൻകാല പ്രാബല്യത്തോടെ 1 ലക്ഷം രൂപയാക്കി മാറ്റി ഏതാണ്ട് 8-10 ലക്ഷം രൂപ അരിയേഴ്സായി പോക്കറ്റിലിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പോയ സ്ത്രീയാണ് ഈ ചിന്താ ജെറോം. ഈ കാലയളവിൽ ഏതാണ്ട് 1.5 വർഷത്തോളം തങ്കശ്ശേരിയിലുള്ള ഒരു 4 സ്റ്റാർ റിസോർട്ടിലായിരുന്നു ഇവരുടെ സ്ഥിരതാമസം. ഇങ്ങനെ ആഡംബര ജീവിതത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും അർഹിക്കാത്തത് നേടുന്നതിൻ്റെയും ഒക്കെ പ്രതീകമായി യാതൊരു ഉളുപ്പുമില്ലാതെ ജീവിച്ചതിൻ്റെ പ്രതിഫലമാവാം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ DYFI സംസ്ഥാന പ്രസിഡന്റ് പദവി. ഇത് വ്യക്തമാക്കുന്നത് CPMന് ഒരിക്കലും രക്ഷയില്ല എന്ന് തന്നെയാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയും രക്ഷപ്പെടാൻ ആഗ്രഹമില്ല. അവർ പിണറായിസ്റ്റ് ദുർഭൂതത്തിൽ നിന്നും ഈ പാർട്ടിയെ മോചിപ്പിക്കാതെ പിണറായിസ്റ്റ് അവശിഷ്ടങ്ങൾ തലയിൽ ചുമന്നു നടക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ വീണ്ടും ഇവരെ വിശ്വസിക്കും, വോട്ട് ചെയ്യും?
ഈ പിണറായി ദുർഭൂതങ്ങളെ അടിച്ചോടിക്കാതെ CPM ഇനി കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല.